നമ്മൾ പ്രതീക്ഷിച്ച വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നു. 13-കാരിയെ കണ്ടെത്തിയത് പാലക്കാട് നിന്നാണ്. നേരത്തെ ഭരത് റെഡ്ഡി DCP പറഞ്ഞ കാര്യം അത് കൃത്യമായിരുന്നു. ട്രെയിനിൽ കയറിപ്പോയിട്ടുണ്ടാകാമെന്ന സംശയം അത് കൃത്യമായിരുന്നു. ഇപ്പോൾ പാലക്കാട് നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്ത്? പ്രതിനിപ്പോൾ പോലീസിന് ഔദ്യോഗികമായിട്ട് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്. കുട്ടിയെ പാലക്കാട് നിന്ന് കിട്ടിയെന്നുള്ളതാണ് ഔദ്യോഗികമായി പോലീസ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. SP ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്ഥലത്ത് ഈ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുടെ കാര്യാലയത്തിൽ ഒരു യോഗം ചേരുകയാണ്. അവർക്ക് ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. കുട്ടിയുടെ ചിത്രമടക്കമുള്ള കാര്യങ്ങൾ ലഭിച്ച് ക്രോസ് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സ് അതിവിടെ പുരോഗമിക്കുകയാണ്. ഏതായാലും മണിക്കൂറുകൾ നീണ്ട വലിയ സസ്പെൻസ്, അതിനപ്പുറത്തേക്ക് വലിയ ആശങ്ക, അതിനിപ്പോൾ ആശ്വാസം ഉണ്ടായിരിക്കുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പേട്ടയിലെ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നമുക്ക് വലിയ തീകോരി മനസ്സിലിടുന്ന സംഭവമായി. കാരണം മണിക്കൂറുകൾ ഇങ്ങനെ നീണ്ടു പോയതാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസാണ്. ഇവിടെ DCP അടക്കമുള്ള ആളുകൾ, തിരുവനന്തപുരം സിറ്റി പോലീസ് DCP അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരിപ്പോൾ ഒരു യോഗം ചേരുകയാണ്. യോഗത്തിന് ശേഷം അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ പുറത്തേക്ക് വന്ന ആ വിവരങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പോലീസിനെ സംബന്ധിച്ച വളരെ ആശ്വാസകരമാണ്. മാത്രമല്ല DCPയുടെ അക്കാര്യത്തിലെ പ്രഡിക്ഷൻ അത് കറക്റ്റായി എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഘട്ടത്തിൽ നമുക്കതൊരു വിവരമായി ലഭിക്കുന്നുണ്ട്. കാരണം DCP ഈ ഘട്ടങ്ങളിലൊക്കെ പറഞ്ഞത് ഈ കുട്ടി ഈ ട്രെയിൻ കയറി പോകാനുള്ള സാധ്യതയായിരുന്നു. ഇപ്പോൾ ആ സാധ്യത ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ തിരച്ചിലൊക്കെ അവസാനിപ്പിച്ച ഈ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ഭാഗത്തേക്ക് വരുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഏതായാലും വളരെ നിർണായകമായിട്ടുള്ള മൂവിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ ആണ് പോയതെന്നുള്ളതാണല്ലേ ഇക്കാര്യം മാറുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെ തന്നെയാണ് പ്രവിധ. കാരണം അങ്ങനെ ഒരു സാധ്യതയാണ് പോലീസ് ഇപ്പോൾ മെഷർ ചെയ്യുന്നത്. പക്ഷേ പോലീസിനെ സംബന്ധിച്ച അക്കാര്യത്തിൽ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ പോലീസിനെ സംബന്ധിച്ചിട്ട് വേണം. അതടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോലീസ് ഇപ്പോൾ കാത്തു നിൽക്കുകയാണ്. ഇവിടെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരടക്കം ഈ സ്ഥലത്ത് ഈ കഴക്കൂട്ടം ACP ഓഫീസിൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. വിവരങ്ങൾ അവർ ഷെയർ ചെയ്യുന്നു. അവർ യോഗം ചേരുകയാണ്. യോഗത്തിന് ശേഷം സ്വാഭാവികമായി നമുക്ക് DCPയുടെ ബൈറ്റ് പ്രതീക്ഷിക്കാം. ഏതായാലും മണിക്കൂറുകൾ നീണ്ട ഈ സംഭവം അറിഞ്ഞതിന് ശേഷം പോലീസിന് വിവരം ലഭിക്കുന്ന വളരെ വൈകിയായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ആശ്വാസകരമായിട്ടുള്ള വിവരങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതും ഒരു സുപ്രധാന വിവരമായി നമുക്ക് പറയാൻ സാധിക്കും. ഈ സംഭവത്തിൻ്റെ ആദ്യ മണിക്കൂറുകൾ മുതൽ നമ്മളോടൊപ്പം, അതായത് നമുക്ക് നമ്മുടെ വിവരം തന്നിരുന്നത് നമ്മുടെ പ്രാദേശിക ലേഖനായിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹം അടക്കം ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ കുട്ടിയെ കിട്ടി എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ആളുകൾ ഇവിടെയുണ്ട്. നമ്മളെ സംബന്ധിച്ചത് ഈ പോലീസ് സ്റ്റേഷന് മുൻപിൽ ഇവിടുത്തെ പ്രാദേശിക ആൾക്കാരുണ്ട്. നമ്മുടെ പ്രാദേശിക ലേഖനം ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഏതായാലും ആ പ്രതികരണത്തിലേക്ക് വളരെ ആശ്വാസകരമായ ഒരു കാര്യമായി മാറിയല്ലേ? പൂർണ്ണമായും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഡിക്ലറേഷൻ ഉണ്ടായിട്ടില്ല. എന്തായാലും കുട്ടിയെ പാലക്കാട് വെച്ച് കണ്ടതായി റെയിൽവേ പോലീസെല്ലാം കുട്ടിയെ റെയിൽവേ പോലീസിൻ്റെ കസ്റ്റഡിയിലാണെന്നാണ് കിട്ടിയ വിവരം. DCPയും അതുപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണറും എല്ലാം ഇവിടെ ഉണ്ട്. അവർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ ജനങ്ങളെല്ലാം പൂർണ്ണമായും വീടുകളിലേക്ക് തിരിച്ചു പോകും. അത് ആശ്വാസം നമ്മളെ സംബന്ധിച്ചിട്ടുണ്ട്. കാരണം വളരെ ആശ്വാസകരമാണ്. കാരണം ഒരു 13 വയസ്സായ ഒരു പെൺകുട്ടി കേരളത്തിൽ തൊഴിൽ തേടി വന്ന ഒരു കുടുംബത്തിനകത്തുള്ള ഒരു പെൺകുട്ടിയെ കാണാതാകുക എന്ന് പറഞ്ഞാൽ അത് കണ്ടെത്തിയില്ലെങ്കിൽ കേരളക്കാരന് അപമാനമാണ്. ആ അപമാനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് കഴക്കൂട്ടത്തുള്ള മുഴുവൻ ജനങ്ങളും, അതുപോലെ തന്നെ മാധ്യമങ്ങൾ, പോലീസ്, ആവാലവൃത്തം ജനങ്ങളുടെയും പരിശ്രമം ഈ അറിഞ്ഞ നിമിഷം മുതൽ ഈ പറയുന്ന റോഡും അതുപോലെ തന്നെ എല്ലാ പരിസരങ്ങളിലും ഒഴിഞ്ഞ വീടുകളും എല്ലാം അന്വേഷണം നടത്തി പോലീസ് നിൽക്കുകയാണ്. പോലീസും ഉച്ച മുതൽ അതുപോലെ തന്നെ നാട്ടുകാരെല്ലാവരും ഇതുവരെ വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ ജനങ്ങളും പുറത്തേക്ക് വരികയാണ്. അതിനകത്ത് ജാതി മത വ്യത്യാസമന്യേ എല്ലാവരും ഒരേപോലെ ഒരു മലയാളിയുടെ ഒത്തുകൂടൽ അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടുന്നതാണ് കാണാൻ കഴിഞ്ഞത്. ഏതായാലും അത് തന്നെയാണ് ഇപ്പോൾ ഈ നാട്ടുകാരും പറയുന്നത്. കാരണം ഈ കുട്ടിയെ കാണാതായ സമയം മുതൽ ഈ തിരച്ചിലുണ്ടായിരുന്ന നാട്ടുകാരാണ്. അവരാണ് ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷന് മുൻപിലേക്ക് വന്നത്. അവർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം ഒരു ഔദ്യോഗികമായ ഡിക്ലറേഷൻ നമ്മളെ സംബന്ധിച്ച് വേണം. പക്ഷേ പോലീസിന് ആ വിവരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മുഴുവൻ പോലീസും, അതായത് ഈ കോമ്പിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിരുന്ന മുഴുവൻ പോലീസും കഴക്കൂട്ടം ACP ഓഫീസിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവരടക്കം അവരെ സംബന്ധിച്ച് വലിയ സന്തോഷം അവരുടെ മുഖത്തുണ്ട്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പെൺകുട്ടിയാണ്. അതിനപ്പുറത്തേക്ക് നമ്മളെപ്പോലെ തന്നെ നമ്മുടെ മനസ്സിൽ പേട്ടയും ആലുവയും ഒക്കെ ഉണ്ട്. അപ്പോൾ എവിടെയും ഏത് സമയത്തും ഒരു പെൺകുട്ടിയെ കാണാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ആ രീതിയിൽ വല്ലാതായി പോകും. അപ്പോൾ ഇത് വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അത് വലിയ ആശ്വാസമാകുന്നു. തസ്മീത്തിനെ കണ്ടെത്തിയിരിക്കുന്നു പാലക്കാട് നിന്നും. ഇപ്പോൾ നേരത്തെ കുടുംബം അറിയിച്ച കാര്യങ്ങൾ അനുസരിച്ച് കുട്ടിയുടെ കയ്യിൽ കാശ് ഉണ്ടായിരുന്നില്ല, 50 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ട്രെയിൻ കയറിപ്പോയത് എങ്ങനെയാണ്, അത്തരം കാര്യങ്ങളൊക്കെ വരും മണിക്കൂറിൽ പോലീസ് വ്യക്തമാക്കും. അത് നമുക്ക് പ്രതീക്ഷിക്കാം. അല്പസമയത്തിനകം DCPയുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് പറയുന്നത്. അല്ല, DCPക്ക് ഉണ്ടായ ഒരു നിഗമനം അത് വളരെ കൃത്യമാകുന്നു. അത്
ക്രൂഷ്യലായി മാറുന്നത്. കൃത്യമായി 4 മണിക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു, അത് അസമിലേക്കാണ്. ആ ട്രെയിനിൽ ആ കുട്ടി കയറിപ്പോയിട്ടുണ്ടാകാം എന്ന് കൃത്യമായി DCP നേരത്തെ പറഞ്ഞിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിൽ, അത് ശരിയായ രീതിയിൽ ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നു. പാലക്കാട് നിന്നുമാണ് ട്രെയിനിൽ വെച്ച് ഈ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം മറ്റാരെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പിന്നീടാണ് പറയേണ്ടത്. ഷഫീദ്, ഇപ്പോൾ വലിയ ആശ്വാസ വാർത്ത അതിൽ നേരത്തെ നമ്മുടെ പ്രദേശവാസി പറഞ്ഞതുപോലെ ആ നാട്ടിലെ മുഴുവൻ ആളുകളും ഈ തെരച്ചിലുണ്ടായിരുന്നു ഇത്രയും മണിക്കൂറുകൾ നേരം. അപ്പോൾ എല്ലാവർക്കും ആശ്വാസമാകുന്ന ഒരു വാർത്ത ഇപ്പോൾ ലഭ്യമായിരിക്കുന്നു. കുടുംബത്തിന്റെ പ്രതികരണമൊക്കെ നമുക്ക് എപ്പോൾ പ്രതീക്ഷിക്കാം ഷഫീദ്? പ്രജൻ, ഉറപ്പായിട്ടും നമുക്ക് ഇക്കാര്യത്തിൽ ഇനി വേണ്ടത് പോലീസിന്റെ ഒരു കൺഫർമേഷൻ മാത്രമാണ്. പോലീസ് അത് ഔദ്യോഗികമായി കൺഫേം ചെയ്താൽ മാത്രമേ നമുക്ക് അക്കാര്യം പുറത്തു പറയാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഇതിൽ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് പാലക്കാട് ഒരു കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട്. ആ കുട്ടി നമ്മൾ ഇവിടെ നിന്ന് കാണാതായി പോയ, കഴക്കൂട്ടത്ത് നിന്ന് കാണാതായി പോയ കുട്ടി എന്ന രീതിയിൽ തന്നെയാണ് മാതാപിതാക്കളടക്കം സ്ഥിരീകരിക്കുന്നത്. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് അവർ ചില ചിത്രങ്ങൾ ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വൈറ്റലായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം അതാണ് ഇപ്പോൾ ഈ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ, കഴക്കൂട്ടം ACP ഓഫീസിൽ നടക്കുന്നത്. അവർ അതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ, ചില ഫോട്ടോഗ്രാഫ്സ് അടക്കമുള്ള കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം. അതിനുശേഷം മാത്രം ഇക്കാര്യം സ്ഥിരീകരിക്കാമെന്നുള്ള വിവരം DCP ഇപ്പോൾ കൈമാറുന്നു. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആശ്വാസകരമായ വിവരമാണ്. പക്ഷേ അപ്പോഴും പോലീസിന്റെ ഒരു ഔദ്യോഗികമായ കൺഫർമേഷൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ. ഏതായാലും ഈ മണിക്കൂറുകളിൽ മുൻപ് ഈ നാട്ടുകാരന് പറഞ്ഞതുപോലെ തന്നെ വലിയ തരത്തിലുള്ള ഒരു ആശ്വാസം അവരെ സംബന്ധിച്ച് ആ കുട്ടിയെ കണ്ടെത്തിയതിൽ നിലവിൽ ഇപ്പോൾ അങ്ങനെ ഒരു വിവരം പുറത്തു വരുന്നതിലുണ്ട്. പക്ഷേ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആ വിവരത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. പ്രജിൻ, ഷഫീദ്, മറ്റിടങ്ങളിൽ നേരത്തെ പരിശോധന നടത്തിയിരുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ പോലീസുകാരെ തിരിച്ചു വിളിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഉറപ്പിക്കാമല്ലോ, ഏതാണ്ട് ഇത് ആ കുട്ടി തന്നെയാണ് എന്ന കാര്യം ഉറപ്പിക്കാം. ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരത്തിന് മാത്രമായി നമുക്ക് കാത്തിരിക്കുകയാണ്. കുട്ടിയെ കിട്ടിയെന്ന കാര്യം ഉറപ്പിക്കുന്നുണ്ട്, ഏതാണ്ട് ഉറപ്പിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ തന്നെ പറയാം, 13 വരെ കിട്ടി തന്നെ പറയാം. പക്ഷേ ഔദ്യോഗികമായി ഇത് പോലീസ് അറിയിക്കേണ്ടതുണ്ട്. മറ്റിടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പോലീസുകാരെ തിരിച്ചു വിളിപ്പിച്ചോ? നിലവിൽ ഇപ്പോൾ ഈ കോമ്പിങ്ങിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. വളരെ നിർണായകമായിട്ടുള്ളൊരു യോഗം അത് കഴക്കൂട്ടം ACP ഓഫീസിൽ ചേരുകയാണ്. എന്താണ് അതിൻ്റെ വിവരം എന്നുള്ള കാര്യം ഇതുവരെയും നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായിട്ടുള്ള കൺഫർമേഷൻ അക്കാര്യത്തിൽ ലഭിക്കണം. പക്ഷേ ഇപ്പോഴും പോലീസ് അക്കാര്യം സ്ഥിരീകരിച്ച് പറഞ്ഞിട്ടില്ല. അല്പസമയം മുൻപ് മാത്രമാണ് നമുക്ക് ഈ വിവരം ലഭിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഈ ഒരു കുട്ടി, അങ്ങനെ ഒരു കുട്ടിയെ പാലക്കാട് നിന്ന് സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കണ്ടെത്തി ചില ചിത്രങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഔദ്യോഗികമായിട്ടുള്ളൊരു കൺഫർമേഷൻ അതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതായിട്ടുണ്ട്. അത് പോലീസാണ് നടത്തേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള യോഗം അതിവിടെ ചേരുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ കുട്ടിയെ കണ്ടെത്തി എന്ന് നമ്മൾ പറയുമ്പോൾ പോലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ശരി ഷഫീദ്, ഇപ്പോൾ ഈ കുട്ടി തന്നെയാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും തുടർ നടപടികൾ? സ്വാഭാവികമായിട്ട് ഇക്കാര്യത്തിൽ പോലീസിനെ സംബന്ധിച്ച് ആ ചിത്രങ്ങൾ ഇവിടേക്ക് എത്തണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. ആ ചിത്രങ്ങൾ കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും പോലീസ് അങ്ങനെ സ്ഥിരീകരണത്തിലേക്ക് പോവുക. മാത്രമല്ല ഇപ്പോൾ ഈ DCP അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ പുറത്തേക്ക് വരും. അതിനുശേഷം അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നമുക്ക് നൽകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അപ്പോഴും നമ്മളിത് കൺഫേം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്, അത് ഈ പോലീസിന് അല്പസമയം മുൻപ് ഒരു കോള് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നു. ആ കോളിൽ അവർ പറഞ്ഞത് ഈ കുട്ടി തന്നെ എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ചില സാദൃശ്യങ്ങൾ അതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ചില ആശയക്കുഴപ്പങ്ങൾ അപ്പോഴും നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഈ പോലീസിൽ നിന്ന് ഒരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനുള്ള യോഗം പുരോഗമിക്കുകയാണ്. അങ്ങനെ കിട്ടിയെങ്കിൽ സ്വാഭാവികമായും വളരെ തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കുകയും നേരെ ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന പ്രോസസ്സിലേക്കായിരിക്കും കടക്കുക. എന്തായാലും പോലീസ് വൃത്തങ്ങളിൽ നിന്നും അത്തരം വിവരങ്ങൾ, എന്തെങ്കിലും സൂചനകൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ ഉറപ്പിക്കുന്ന ആ സൂചനകൾ ലഭിക്കുന്നുണ്ടോ എന്ന് തിരയുക. അഖിൽ ഷാൻ സാറ് മറുഭാഗത്ത് കുട്ടിയുടെ വീട്ടിൽ തന്നെ തുടരുന്നുണ്ട്. അവിടെ ഒന്നും കുടുംബത്തിന്റെ പ്രതികരണം കൂടി ലഭിക്കേണ്ടതുണ്ട്. നമുക്ക് ഔദ്യോഗികമായി ഈ കുട്ടി ഇതാണ് എന്ന് പോലീസ് നൽകുന്ന വിവരം, അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്.